തിരുവനന്തപുരത്ത് നിന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടിയെത്തും. പശ്ചിമഘട്ടനിരകളിൽപ്പെട്ട എപ്പോഴും മഞ്ഞ് പുതച്ചു കിടക്കുന്ന ഈ മലമ്പ്രദേശത്തിന്റെ സൗന്ദര്യം ആരുടെയും മനം കവരുന്നതാണ്. പക്ഷേ മഞ്ഞ് പെയ്യുന്ന പൊന്മുടിയുടെ ഈ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്ന സന്ദർശകരെ വരവേൽക്കാൻ ഒരു സംവിധാനങ്ങളും പൊന്മുടിയിൽ കാണാൻ കഴിയില്ല. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ കുറവാണ്. അത് ഭയങ്കര ഇതായിട്ടിരിക്കുക. കാരണം അത്രയും ദൂരം നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അത് അത്യാവശ്യമായിട്ടിരിക്കുക. പൊന്മുടിയിലേക്ക് പ്രവേശിക്കും മുമ്പുള്ള ആനപ്പാറ ചെക്ക് പോസ്റ്റിൽ പ്രദേശത്തേക്ക് മദ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ പൊന്മുടി മദ്യപാനത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മദ്യപാനികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം കുടുംബങ്ങൾ ഇവിടേക്ക് വരാൻ മടിക്കുന്നു. ഇപ്പോൾ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ മദ്യപിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് പാർക്കിംഗ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാനായിട്ട് ഇല്ല. ഇതിനു പുറമെ സന്ദർശകർ അപകട മേഖലകളിൽ പോലും യഥേഷ്ടം വിഹരിക്കുന്നത് തടയാൻ ഗാർഡുകളുടെ സേവനമില്ല. അശ്രദ്ധമായി പാറകളിലും അപകടങ്ങൾ സംഭവിച്ചേക്കാവുന്ന സ്ഥലങ്ങളിലും ചിലരുടെ സഞ്ചാരം പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ്. മഞ്ഞ് മൂടി നിൽക്കുന്ന പൊന്മുടിയിൽ നിന്നുള്ള ഈ കാഴ്ച ഏതൊരാളുടെയും ഹൃദയം കവരുന്നതാണ്. പക്ഷേ അധികൃതരുടെ അവഗണനയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും പൊന്മുടിയിലെ ടൂറിസം പതിയെ ക്ഷയിക്കുന്നു എന്ന സത്യവും നാം മറക്കരുത്. ക്യാമറമാൻ നിതിൻ ഗോപിയോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.